അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റി എഴുതിയൊരു പ്രൊഫൈലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ ദ കോക്രോഫ്റ്റ് ലെക്ചർ റൂം ഓൺ April 29, 1980, scientists and university dignitaries gathered in steep tiers of seats, facing a two-story wall of chalkboard and slide screen. The occasion was the inaugural lecture by a new Lucasian professor of mathematics, the 38-year-old mathematician and physicist Stephen Hawking. അപ്പോൾ കോക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ April 29, 1980 എല്ലാ സയൻറ്റിസ്റ്റുകളും ഡിഗ്നിറ്ററീസും യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസും എല്ലാം ഗ്യാദർ ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ അവരെ എല്ലാം ഒരു ചോക്ക് ബോർഡിനെ സ്ലൈഡ് സ്ക്രീനിനെ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. അവിടെ നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ലുക്കേഷ്യൻ പ്രൊഫസറിൻ്റെ ഒരു ഇനോഗ്രൽ ലെക്ചറാണ്. ആ ലുക്കേഷ്യൻ പ്രൊഫസർ എന്ന് പറയുന്നത് നമ്മുടെ 38 വയസ്സുണ്ടായിരുന്ന മാത്തമാറ്റീഷ്യനും ഫിസിസ്റ്റുമായ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. അതായത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഇനോഗ്രൽ ലെക്ചറാണ് അവിടെ നടക്കാൻ പോകുന്നത്. The title of the lecture was a question: Is the end in sight for theoretical physics? Hawking started his listeners by announcing that he thought it was. He invited them to join him in a sensational escape through time and space to find the holy grail of science. The theory that explains the universe and everything that happens in it. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെക്ചറിൻ്റെ ടൈറ്റിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്. അപ്പോൾ തിയറി ലെക്ചറിൻ്റെ ടൈറ്റിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്. അപ്പോൾ തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അവസാനം കണ്ടു തുടങ്ങിയോ എന്നാണ് ചോദ്യം. ആ ചോദ്യമാണ് ടൈറ്റിൽ. അപ്പോൾ ഹോക്കിംഗ് ആദ്യം തന്നെ ലെക്ചർ തുടങ്ങിയത് അദ്ദേഹം കണ്ടു തുടങ്ങിയത്, അതായത് തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ എൻഡായി തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അതുമാത്രമല്ല, എല്ലാവരെയും അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് സയൻസിൻ്റെ ഹോളി ഗ്രെയിൽ കണ്ടുപിടിക്കാൻ. ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ലാസ്റ്റ് സപ്പറിൻ്റെ സമയത്ത് ഉപയോഗിച്ച ഒരു കപ്പാണ് ഹോളി ഗ്രെയിൽ. അപ്പോൾ സയൻസിൻ്റെ ഉറവിടം കണ്ടുപിടിക്കാനാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു തിയറി നോക്കിയാണ്, അല്ലെങ്കിൽ തിയറി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആ തിയറി കൊണ്ട് യൂണിവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, യൂണിവേഴ്സിനകത്തുള്ള എന്തിനേയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറി കണ്ടെത്താനാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ശ്രമിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് സാറ്റ് സൈലൻ്റ്ലി ഇൻ എ വീൽ ചെയർ while one of his students read his lecture to the assembled company. Judged by appearance alone, Hawking didn't seem a promising choice to lead any adventure. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മൾ പറഞ്ഞില്ലേ, കുറച്ച് ഡിസബിലിറ്റീസ് ഒക്കെ, അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് സഫറിങ്സ് ഒക്കെ നേരിട്ട മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഒരു വീൽ ചെയറിലിരിക്കുകയാണ്. അദ്ദേഹത്തിന് വന്ന ലെക്ചർ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ ലെക്ചർ വായിക്കുന്നത്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അപ്പിയറൻസ് മാത്രം നോക്കിയാണെങ്കിൽ അദ്ദേഹം ഒരു പ്രോമിസിങ് ചോയ്സ് അല്ല, ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു കണ്ടുപിടുത്തത്തിന് വലിയൊരു കാര്യം ചെയ്യാൻ പറ്റിയുള്ള ഒരു ആളല്ല സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് നമുക്ക് തോന്നാം. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8 January 1942 in Oxford, England. It was exactly 300 years after the death of Galileo, the father of modern science. ഇപ്പോൾ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് എന്നാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹം ജനിക്കുന്നത് January 8, 1942 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജന്മം എന്ന് പറയുന്നത് കറക്റ്റ് 300 വർഷങ്ങൾക്ക് ശേഷം, ഗലീലിയോയുടെ മരണത്തിന് കറക്റ്റ് 300 വർഷത്തിന് ശേഷമാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ജനിക്കുന്നത്. അപ്പോൾ ഗലീലിയോ അല്ലെങ്കിൽ ഗലീലിയോ എന്ന് പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ സയൻസ് ആയ ഗലീലിയോയുടെ മരണത്തിന് 300 വർഷം ശേഷമാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ജനിക്കുന്നത്. Frank and Isabel Hawking, Stephen's parents were not wealthy, but they believed in the value of education. So they planned for Stephen to go to the Westminster, a famous public school in the heart of London. Unfortunately, Stephen was ill at the time of scholarship examination for Westminster. Therefore, he attended the local St. Albans school. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പാരൻസായ ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിങ്സ്, അതായത് ഫ്രാങ്ക് ഹോക്കിങ്സും ഇസബൽ ഹോക്കിങ്സും വളരെ വെൽത്തി ഒന്നും ആയിരുന്നില്ല, പക്ഷേ അവർ എഡ്യൂക്കേഷനെ വാല്യൂ ചെയ്തിരുന്നു. അപ്പോൾ അവർ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അന്നത്തെ ഇംഗ്ലണ്ടിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളായ വെസ്റ്റ് മിനിസ്റ്ററിലേക്ക് വിടാനാണ് ശ്രമിച്ചത്. പക്ഷേ അവിടുത്തെ സ്കോളർഷിപ്പ് എക്സാമിൻ്റെ സമയത്ത് സ്റ്റീഫൻ ഹോക്കിങ് ഇങ്ങനെ സുഖമില്ലാതാവുകയും അവസാനം അതിൽ പങ്കെടുക്കാൻ പറ്റാതെ അവിടെയുള്ള ഒരു ലോക്കൽ സെയിൻറ്റ് ആൽബൻ സ്കൂളിൽ ചേരേണ്ടി വന്നു.
By the time he was 8, he was thinking seriously about becoming a scientist. Frank Hawking encouraged his son to follow him into medicine, but Stephen found biology too imprecise. He wanted a subject in which he could look for exact answers and get to the root of things. അപ്പോൾ ഏകദേശം ഒരു 8 വയസ്സായപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് ചിന്തിക്കാൻ തുടങ്ങി, അദ്ദേഹത്തിന് ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഫ്രാങ്ക് ഹോക്കിംഗ് അദ്ദേഹത്തിൻ്റെ ഫീൽഡായ മെഡിസിനിലേക്ക് സ്റ്റീഫനെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും സ്റ്റീഫൻ ഹോക്കിങ്ങിന് ബയോളജി ഒരു ഇംപ്രസൈസ് സബ്ജക്റ്റായിട്ട് തോന്നി, അല്ലെങ്കിൽ കൃത്യതയില്ലാത്തൊരു സബ്ജക്റ്റായിട്ട് തോന്നി. അദ്ദേഹം ഒരു എക്സാക്റ്റ് ആൻസർ കിട്ടുന്ന, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് അദ്ദേഹം നോക്കിയിരുന്നത്. Young Stephen was no prodigy. He was just an ordinary English schoolboy, slow in learning to read. His handwriting the despair of his teachers. He was ranked no more than the halfway up in his class, though he now says in his own defense it was a very bright class. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ചെറുപ്പകാലത്ത് വളരെ ബ്രില്യൻ്റ് ആയ സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ പോയ കണക്ക് തന്നെയായിരുന്നു. എഴുതാനും വായിക്കാനും ഒക്കെ പതുക്കെ ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമായിരുന്ന, ക്ലാസ്സിൽ തന്നെ എടുത്ത ഒരു റാങ്ക് നോക്കി ഒരു പകുതിയിൽ കാണുന്ന ഒരു കുട്ടിയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് ഇപ്പോൾ സ്വയം ഡിഫൻസിന് പറയുന്നുണ്ട് അതൊരു വളരെ മികച്ച, അല്ലെങ്കിൽ വളരെ ഒരു ബ്രൈറ്റായ ബുദ്ധി കൂടിയ കുട്ടികൾ ഇരുന്ന ക്ലാസ്സാണെന്നൊക്കെ സ്റ്റീഫൻ ഹോക്കിംഗ് ഇപ്പം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അത്രയ്ക്കും സ്കൂൾ ടൈമിൽ അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ട് അല്ലായിരുന്നു എന്നാണ് നമ്മുടെ ഈ പ്രൊഫൈലിൽ പറയുന്നത്. At 14, Stephen knew that he would pursue mathematics and physics. His father called this impractical, for 3 were no jobs in mathematics except teaching. Moreover, he wanted his son to attend his own college, and Oxford offered no mathematics. He followed his father's advice and studied chemistry, physics, and only a little mathematics in preparation for the entrance into Oxford. He did well in physics and the interview was brilliantly accepted. അപ്പോൾ 14 വയസ്സുള്ളപ്പോൾ സ്റ്റീഫൻ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്സും ഫിസിക്സും പഠിക്കണമെന്നാണ്. പക്ഷേ സ്റ്റീഫൻ്റെ ഫാദർ പറഞ്ഞാൽ അതൊരു ഇംപ്രാക്ടിക്കൽ ഒപ്പീനിയനാണ്. കാരണം ടീച്ചിങ് ഒഴിച്ചൊരു ജോബ് മാത്തമാറ്റിക്സ് പഠിച്ചാൽ കിട്ടത്തില്ല. അതുമാത്രമല്ല, അദ്ദേഹം പഠിച്ച കോളേജായ ഓക്സ്ഫോർഡ് തന്നെ സ്റ്റീഫനെയും പഠിപ്പിക്കണമെന്നുണ്ട്. അപ്പോൾ സ്റ്റീഫനെ ഓക്സ്ഫോർഡ് പഠിപ്പിക്കണമെങ്കിൽ, പക്ഷേ ഓക്സ്ഫോർഡിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് അതും നടക്കത്തില്ല. അപ്പോൾ ഫാദറിൻ്റെ അഡ്വൈസ് കേട്ട് സ്റ്റീഫൻ കെമിസ്ട്രി, ഫിസിക്സും പിന്നെ കുറച്ച് മാത്തമാറ്റിക്സും സ്കോളർഷിപ്പ് അല്ലെങ്കിൽ എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടി പഠിച്ചു. അങ്ങനെ ഓക്സ്ഫോർഡിലെ എൻട്രൻസിലെ ഫിസിക്സിന് നല്ല മാർക്ക് മേടിച്ചു. ഇൻ്റർവ്യൂ നടത്തി. ആ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. In 1959, at the age of 17, Hawking went to Oxford to study natural science and to specialize in physics. He joined University College, his father's college, and the oldest at Oxford, founded in 1249 AD. അപ്പോൾ 1959 17 വയസ്സുള്ളപ്പോൾ സ്റ്റീഫൻ ഓക്സ്ഫോർഡിൽ പഠിക്കാൻ പോവുകയാണ്. നാച്ചുറൽ സയൻസ് അതുപോലെ തന്നെ ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പോയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഏറ്റവും പഴയ കോളേജായ യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ കോളേജാണ്, ഫാദർ പഠിച്ചിരുന്ന കോളേജാണ്. അതുപോലെ തന്നെ ഓൾഡസ്റ്റ് അറ്റ് ഓക്സ്ഫോർഡ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പഴയ കോളേജാണ്. 1249 അത് സ്ഥാപിതമായത്. Nevertheless, for about a year and a half, Hawking was lonely and bored. He was not inspired to relieve his boredom by exerting himself academically. But halfway through his second year, he began enjoying Oxford. അപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തോളം അദ്ദേഹം ലോൺലിയും ബോർഡും ആയിരുന്നു. ഓക്സ്ഫോർഡിൽ വളരെ നിരാശനായിരുന്നു നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ്. പക്ഷേ ഏകദേശം ഒരു സെക്കൻഡ് ഇയറിൻ്റെ ഹാഫ് വേ കഴിഞ്ഞപ്പോൾ, അതായത് 2ാം വർഷം പകുതി കഴിഞ്ഞപ്പോൾ സ്റ്റീഫൻ സ്റ്റാർട്ടഡ് ടു എൻജോയ് ഓക്സ്ഫോർഡ്. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എൻജോയ് ചെയ്യാൻ തുടങ്ങി. He became popular and well accepted among his peers. They remember him as lively, buoyant, and adaptable. He wore his hair long, was famous for his wit, liked classical music and science fiction, and took part in sports. അപ്പോൾ
സ്റ്റീഫൻ അദ്ദേഹത്തിൻ്റെ പിയർ ഗ്രൂപ്പിൽ വളരെ പോപ്പുലർ ആയിരുന്നു, നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ഭയങ്കര ലൈവ്ലിയാണ്, ബയൻ്റാണ്, അതുപോലെ തന്നെ അഡാപ്റ്റബിളുമാണ്. മുടി നീട്ടി വളർത്തിയിരുന്നു, നല്ല രീതിയിൽ തമാശകൾ പറയുമായിരുന്നു, ക്ലാസിക്കൽ മ്യൂസിക്കും സയൻസ് ഫിക്ഷനും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നു, സ്പോർട്സിലും പങ്കെടുത്തിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ വളരെ ഫേമസ് ആയിരുന്നു സ്റ്റീഫൻ. However, at the end of the third year, Hawking almost floundered. He selected theoretical physics as his specialty. He had then applied to do a PhD at Cambridge and was accepted on condition that he got a first from Oxford. Hawking was confident that he could get through successfully, but as the examination day approached, his confidence failed. Hawking ended up disastrously on the borderline between a first and a second. അപ്പോൾ തേർഡ് ഇയറിൻ്റെ അവസാനം ഹോക്കിങ്ങിന് തിയററ്റിക്കൽ ഫിസിക്സ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിന് തോന്നുകയും അദ്ദേഹം ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു PhD അപ്ലൈ ചെയ്യുകയും ചെയ്തു. പക്ഷേ അവർ പുട്ട് ഫോർവേഡ് ചെയ്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായാൽ മാത്രമേ ക്യാംബ്രിഡ്ജിൽ PhDക്ക് അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഹോക്കിങ് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവാം എന്നുള്ള നല്ല കോൺഫിഡൻസ് സ്റ്റീഫൻ ഹോക്കിങ്ങിനുണ്ടായിരുന്നു. പക്ഷേ എക്സാം ഡേ ആയിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് നശിക്കുകയും അദ്ദേഹം ഒരു ഫസ്റ്റിനും സെക്കൻഡിനും ഇടയിലുള്ള ബോർഡർ ലൈനിൽ ആവുകയും ചെയ്തു. Faced with a borderline lizard, the examiner summoned Hawking for an interview and questioned him about his plans. In spite of the tenseness of the situation, Hawking managed to come up with the kind of remark for which he was famously among his friends. If I get first, I shall go to Cambridge. If I receive the second, I will remain at Oxford. So I accept that you will give me first. He got his first and he went to Cambridge. അപ്പോൾ ബോർഡർ ലൈൻ റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തീരുമാനിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ നടത്തി. ആ ഇൻ്റർവ്യൂ സമയത്ത് ഈ ഇത്രയും ടെൻസ്ഡ് ആണെങ്കിൽ അത് നല്ല രീതിയിൽ ഓവർകം ചെയ്യാൻ സ്റ്റീഫന് പറ്റി. അവരുടെ ചോദിച്ച് ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് സ്റ്റീഫൻ പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയാൽ ഞാൻ ക്യാംബ്രിഡ്ജിലേക്ക് പോകും, നിങ്ങളെനിക്ക് സെക്കൻഡ് ആണ് തരുന്നതെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ വരും. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെനിക്ക് ഫസ്റ്റ് തരുമെന്ന് ഉള്ള മറുപടിയാണ് സ്റ്റീഫൻ ഹോക്കിങ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ ആ ഫസ്റ്റ് കൊടുക്കുകയും അദ്ദേഹം ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോവുകയും ചെയ്തു. His first year at Cambridge was worse than that of Oxford. His slipshod mathematical background caught up with him, and he found general relativity extremely tough. Another far more disastrous problem arose then. During his third year at Oxford, Hawking started getting clumsy. He had fallen once or twice from no apparent reason. The following autumn at Cambridge, he had trouble tying his shoes and sometimes he had difficulty talking. അപ്പോൾ ഓക്സ്ഫോർഡിലെ ഫസ്റ്റ് ഇയർ ക്യാംബ്രിഡ്ജിനേക്കാൾ മോശമായിരുന്നു. ക്യാംബ്രിഡ്ജിലെ ഫസ്റ്റ് ഇയർ ഓക്സ്ഫോർഡിനേക്കാൾ മോശമായിരുന്നു. മാത്തമാറ്റിക്സിൽ അദ്ദേഹത്തിൻ്റെ കുറച്ചല്ലേ അദ്ദേഹം മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ പ്രശ്നം കാരണം ജനറൽ റിലേറ്റിവിറ്റിയൊക്കെ അദ്ദേഹത്തിന് എക്സ്ട്രീംലി ടഫായിട്ട് തോന്നാൻ തുടങ്ങി. അതുമാത്രമല്ല ഓക്സ്ഫോർഡിലെ തേർഡ് ഇയറിൽ അദ്ദേഹം കുറച്ച് ക്ലംസി ആയിട്ട് ഇങ്ങനെ വീഴാനൊക്കെ കാരണം അറിയാതെ ഇങ്ങനെ തളർന്ന് വീഴുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ക്യാംബ്രിഡ്ജിൽ ആ വിൻ്റർ സമയത്ത് അദ്ദേഹം ഷൂ ടൈ ചെയ്യാനും സംസാരിക്കാനും വരെ അദ്ദേഹത്തിന് ഡിഫിക്കൽട്ടി തോന്നി തുടങ്ങി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. Shortly after his 21st birthday in 1963, Hawking contracted a rare disease, amyotrophic lateral sclerosis, for which there was no known cure. It caused a gradual disintegration of the nerve cells in the spinal cord and the brain. At first, he went into a deep depression. He did not know what he ought to do or what his future would be like. അപ്പോൾ 1963 അദ്ദേഹത്തിൻ്റെ 21st ബർത്ത്ഡേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു റെയർ ആയിട്ടുള്ള ഒരു ഡിസീസ് ബാധിച്ചു. അതിൻ്റെ പേരാണ് അമിയോട്രോഫിക് ലാറ്ററൽ സിലറോസിസ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഡിസീസ് ബാധിച്ചു. പക്ഷേ അന്ന് വരെ അതിനൊരു ക്യൂർ അല്ലെങ്കിൽ ഒരു ചികിത്സാ രീതിയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈ അസുഖം എന്താണെന്ന് വെച്ചാൽ തലച്ചോറിലെ സ്പൈനൽ കോഡിലെയൊക്കെ നെർവ് സെൽസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും, നശിച്ചു പോകും. അങ്ങനെ
അദ്ദേഹം ഈ രോഗവിവരങ്ങളൊക്കെ അറിഞ്ഞ് ഫസ്റ്റ് നല്ല രീതിയിൽ ഡീപ്പായി ഡിപ്രഷനൊക്കെ ആയി. അദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യണമെന്നോ ഫ്യൂച്ചർ എന്താവുമെന്നൊന്നും അറിയാൻ പറ്റിയില്ല. My dreams at that time were rather confused, he admitted. Before my condition was diagnosed, I had been very bored with life. There did not seem to be anything worth doing. But shortly after I came out of hospital, I dreamt that I was going to be executed. I suddenly realized that there were a lot of worthwhile things to do if I were deprived. Another recurring dream was the idea of sacrificing my life to save others. After all, if I were going to die, I might as well do some good. അപ്പോൾ അദ്ദേഹം സ്വയം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ അറിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇങ്ങനെ രോഗം ബാധിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് അദ്ദേഹം ലൈഫിൽ വളരെ ബോർഡായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഉള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനി ഒരുപാട് ചെയ്തു തീർക്കാനുണ്ടെന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് വന്നു. അതുപോലെ തന്നെ മരിക്കാൻ പോവുകയാണ്, അതിനു മുമ്പ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹവും അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. Hawking's doctors hoped that his condition would stabilize, but the disease aggravated rapidly. They soon informed him that he had only about 2 more years to live. അപ്പോൾ ഹോക്കിങ്ങിൻ്റെ ഡോക്ടേഴ്സിന് കുറച്ച് ഹോപ്പൊക്കെ ഉണ്ടെങ്കിലും ഈ ഡിസീസ് പെട്ടെന്ന് തന്നെ ഹോക്കിങ്ങിനെ ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഡോക്ടേഴ്സ് അദ്ദേഹത്തിനെ ഇൻഫോം ചെയ്യുകയാണ്, ഏകദേശം 2 വർഷം കൂടെ ഹോക്കിങ് ജീവിച്ചിരിക്കുള്ളൂ. 2 years passed. The progression of the disease had slowed. I didn't die. In fact, although there was a cloud hanging over my future, I found the surprise that I was enjoying life in the present more than before. Total disability and death, though still a not too distant certainty, were postponed. Hawking had his reprieve, a precarious and temporary one, but life was precious. അപ്പോൾ 2 വർഷം കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിസീസിൻ്റെ പ്രോഗ്രഷൻ കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം മരിച്ചില്ല. പക്ഷേ ഇദ്ദേഹം മുൻപ് ഇങ്ങനെ അസുഖമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ലൈഫ് എങ്ങനെയാണോ കണ്ടിരുന്നതിനേക്കാളും ഈ പ്രസൻറ്റിലെ ലൈഫ് അദ്ദേഹം എൻജോയ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ലൈഫ് പ്രഷ്യസ് ആണെന്ന് തിരിച്ചറിയാൻ തുടങ്ങി. At a New Year's party at St. Albans, just before he entered the hospital for tests, Hawking met Jan Wild. To her, this dishelped graduate student seemed terribly intelligent and eccentric and rather arrogant. But he was interesting and she liked his wit. അപ്പോൾ ഒരു ന്യൂ ഇയർ പാർട്ടിക്ക് സെൻറ്റ് ആൽബൻസിലെ ഒരു ന്യൂ ഇയർ പാർട്ടിക്ക് അദ്ദേഹം ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് വേണ്ടി കയറുന്നതിന് മുമ്പ് ഹോക്കിങ് ജെയിൻ വേൾഡിനെ മീറ്റ് ചെയ്തു. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റീഫൻ എന്ന് പറയുന്നത് ഒരു ബ്രില്യൻ്റായ പക്ഷേ കുറച്ച് അറഗൻ്റായ ഒരു ക്യാരക്ടറായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ അവർക്ക് ഹോക്കിങ്ങിൻ്റെ വിറ്റ്സും ഇഷ്ടപ്പെടാൻ തുടങ്ങി. When Jane met him again after his discharge from the hospital, he was really in a pathetic stage. I think he's lost his will to live. He was very confused, she commented. She was not, however, put off by his physical or mental condition. She was rather a shy teenager, serious-minded with a strong faith in God, ingrained from childhood by her mother, and a belief that good can come out of any adversity. അപ്പോൾ ഡിസ്ചാർജിന് ശേഷം ജെയിൻ വീണ്ടും ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡിസ്ചാർജിന് ശേഷം ജെയിൻ വീണ്ടും ഹോക്കിങ്ങിനെ കണ്ടു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം വളരെ പത്തറ്റിക്കായ ഒരു കണ്ടീഷനിലായിരുന്നു. പിന്നീട് ജെയിൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ സമയത്ത് ജീവിക്കാനുള്ള വില്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ കൺഫ്യൂസ്ഡും ആയിരുന്നു. ജെയിൻ വേൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഭയങ്കര ഷൈ ആയ ടീനേജറായിരുന്നു, സീനിയസ് മൈൻഡഡ് ആയിരുന്നു. അതുപോലെ തന്നെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ ദൈവത്തിലുള്ള നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ഏത് അഡ്വേഴ്സിറ്റിയും ഓവർകം ചെയ്യാൻ പറ്റും, ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാൻ പറ്റുമെന്നായിരുന്നു അവർ വിശ്വാസം. Hawking admired her optimism and their friendship developed slowly. After a while, they
two began to realize, in Jane's words, that together we could make something worthwhile. For Stephen, that made all the difference. He applied for a research fellowship at KS, one of the colleges in Cambridge University. അപ്പോൾ ഹോക്കിംഗ് അവരുടെ ഓപ്റ്റിമിസവും അതുപോലെ തന്നെ എല്ലാം അഡ്മയർ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തെ പ്രശംസിക്കുകയും അവരുടെ ഫ്രണ്ട്ഷിപ്പ് പതുക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കാണു കഴിഞ്ഞ് അവർ രണ്ടുപേരും റിയലൈസ് ചെയ്തു അവർക്ക് രണ്ടുപേരും ചേർന്ന് എന്തെങ്കിലും വർത്ത് വൈലായിട്ടുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഡെവലപ്പ് ചെയ്യും. സ്റ്റീഫന് ഇത് ഒരു ഡിഫറൻസ് ഉണ്ടാക്കി അദ്ദേഹം റിസർച്ച് ഫെലോഷിപ്പിന് KS എന്ന് പറയുന്ന ഒരു കോളേജിൽ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തു. In 1965, at the age of 23, Hawking received his fellowship at KS, and in July of the same year, Jane and he were married. 1965 23 വയസ്സുള്ളപ്പോൾ ഹോക്കിങ്ങിന് KS എന്നുള്ള ഫെലോഷിപ്പ് കിട്ടുകയും ആ വർഷം തന്നെ ജൂലൈയിൽ ജെയിനും ഇദ്ദേഹം മാരീഡ് ആവുകയും ചെയ്തു. People who remember Hawking in the university in the late 1960s recall him making his way around the corridors with a cane, supporting himself against the wall. He spoke with what sounded like a slight speech of impediment, but more than that, they remember his brashness in sessions involving some of the world's most distinguished scientists, while other young researchers kept a reverential silence. Hawking daringly asked unexpected and penetrating questions. He clearly knew that he was talking about his reputation as a genius. Another Einstein began. അപ്പോൾ 1960 ലേറ്റ് 1960-കളിൽ യൂണിവേഴ്സിറ്റിയിലെ കോളേജിൽ ഹോക്കിങ്ങിനെ കണ്ടവരെല്ലാം ഓർമ്മിക്കും. അദ്ദേഹം ഇങ്ങനെ ഒരു കെയിനും വെച്ച് ഇങ്ങനെ ഭിത്തിയിലൊക്കെ ചാരി നിൽക്കുന്നതും ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ പതുക്കെ എന്തൊക്കെയോ പറയുന്നത്, ഈ ഡിസീസിൻ്റെ കാരണം കൊണ്ടാണ് അങ്ങനെ പറയുന്നതും ഒക്കെ ആൾക്കാർ ഓർമ്മിക്കും. അതുപോലെ തന്നെ ഈ ഡിസ്റ്റിങ്ക്വിഷ്ഡ് സയൻറ്റിസ്റ്റ്, ലോകത്ത് തന്നെ എല്ലാവരും പ്രശംസിക്കുന്ന സയൻറ്റിസ്റ്റുമായിട്ടുള്ള മീറ്റിങ്ങിലൊക്കെ ബാക്കി യങ് റിസർച്ചേഴ്സൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ മടിക്കുമ്പോൾ ഹോക്കിംഗ് നല്ല ധൈര്യത്തോടു കൂടി ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യും. അൺഎക്സ്പെക്റ്റഡും പെനിട്രേറ്റിങ്ങുമായ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യും. ഈ അദ്ദേഹത്തിൻ്റെ ഇങ്ങനത്തുള്ള സ്വഭാവം കാരണം അദ്ദേഹത്തിന് ഒരു ജീനിയസ് ആയിട്ടോ അല്ലെങ്കിൽ അടുത്ത ഐൻസ്റ്റീനായിട്ടോ ഉള്ള ഒരു റെപ്യൂട്ടേഷൻ കിട്ടി തുടങ്ങി. In 1980, a practical need for funds launched him into a new enterprise that was to have a far reaching impact on the Hawkins and others all over the world. He thought of writing a book about the universe, about the most interesting question that may have made him want to study cosmology and quantum theory. Where did the universe come from? Is the universe infinite, or does it have any boundaries? Will it come to an end? If so, how? Is there a complete theory of the universe and everything in it? Is there a beginning of time? Could time run back? The book begins by repainting the great theories of the cosmos from Newton to Einstein. He wrote the book to make science understandable to non-scientists. അപ്പോൾ 1980 അദ്ദേഹത്തിന് ഫണ്ടിൻ്റെ കുറച്ച് അല്ലെങ്കിൽ പൈസയുടെ കുറച്ച് ആവശ്യം കാരണം അദ്ദേഹം ഒരു പുതിയ സംരംഭം തുടങ്ങാൻ വേണ്ടി ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് ഒരു ബുക്ക് എഴുതുക, യൂണിവേഴ്സിനെ പറ്റിയൊരു ബുക്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റ്യൻസും, എന്തുകൊണ്ട് അദ്ദേഹം കോസ്മോളജിയും ക്വാണ്ടം തിയറിയൊക്കെ പഠിച്ചു, യൂണിവേഴ്സ് എവിടെ നിന്നാണ് വന്നത്, യൂണിവേഴ്സ് ഇൻഫിനൈറ്റ് ആണോ അതോ അതിന് എന്തെങ്കിലും ബൗണ്ടറീസ് ഉണ്ടോ, യൂണിവേഴ്സിൻ്റെ എൻഡ് വരുമോ, അല്ലെങ്കിൽ ടൈമിന് ബിഗിനിങ് ഉണ്ടോ, ടൈം ബാക്കിലോട്ട് പോകുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചു. ഈ ബുക്കിൽ ഗ്രേറ്റ് തിയറീസ്, ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റീൻ വരെയുള്ള സയൻറ്റിസ്റ്റുകളെ കോസ്മോസിനെ പറ്റിയുള്ള തിയറീസൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ബുക്ക് സയൻറ്റിസ്റ്റ് അല്ലാത്തവർക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കുകയും ചെയ്യും. He completed the first draft in 1984. While the revision process was going on, he made a trip to Switzerland. There he was down with pneumonia and was left on a life support system. Doctors gave a choice as to whether a tracheotomy operation, which would remove his windpipe, should be conducted or not. It might save his life, but afterwards he would never again be able to speak or make a vocal sound. With grave misgivings, Jane consented.
അപ്പോൾ ആ ബുക്കിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് 1980 കംപ്ലീറ്റ് ആയി. ആ റിവിഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു ട്രിപ്പ് പോയി. ആ സമയത്ത് അദ്ദേഹം ന്യൂമോണിയ ബാധിതനായി വീഴുകയും ചെയ്തു. ഡോക്ടർമാർ ഒരു ഓപ്പറേഷനെ പറ്റി പറഞ്ഞു, ട്രക്കിയോട്ടമി ഓപ്പറേഷൻ. ആ ട്രക്കിയോട്ടമി ഓപ്പറേഷൻ വഴി അദ്ദേഹത്തിന് വിൻ പൈപ്പ് റിമൂവ് ചെയ്യും, പിന്നെ ഒരിക്കലും അദ്ദേഹത്തിന് സംസാരിക്കാനും പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ ചിലപ്പം പറ്റും. ഈ ജെയിൻ അവസാനം ഈ ഓപ്പറേഷന് വേണ്ടി കൺസെൻറ്റ് ചെയ്യുകയാണ്. "The future looked very bleak," Jane remarked. Hawking could no longer breathe through his mouth and nose, but only through a permanent opening made in his throat. After many weeks of intensive care, he went home to join Jane and his 3 children. He was still too weak and ill to continue his research. Walt Wolters, a computer expert in California, sent him a program he had developed called the Equalizer, which allowed Hawking to select words from the screen. അപ്പോൾ ജെയിൻ പറയുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ഫ്യൂച്ചർ വളരെ ബ്ലീക്ക് അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിലേക്കാണ് ഭാവി പൊയ്ക്കൊണ്ടിരുന്നത്. ഹോക്കിങ്ങിന് പിന്നെ ഒരിക്കലും മൗത്ത് വഴിയോ നോസ് വഴിയോ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ആ ബ്രീത്ത് ചെയ്തുകൊണ്ടിരുന്ന തൊണ്ടയിൽ ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു പെർമനൻറ്റ് ഓപ്പണിംഗ് വഴിയാണ്. ഇൻറ്റൻസിറ്റി കെയറിലെ ആഴ്ചകളുടെ താമസത്തിന് ശേഷം ഹോക്കിംഗ് തൻ്റെ ജെയിനോടൊപ്പം 3 മക്കളോടൊപ്പം ജോയിൻ ചെയ്തു. ഈ സമയത്ത് അദ്ദേഹം വളരെ വീക്കായിരുന്നു, റിസർച്ച് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് വാൾട്ട് വോൾട്ടോസ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട്, കാലിഫോർണിയയിലുള്ള ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് അദ്ദേഹത്തിന് തൻ്റെ ഒരു പുതിയ കമ്പ്യൂട്ടർ പ്രോഗ്രാം അയച്ചു കൊടുക്കുന്നത്. ഈക്വലൈസർ എന്നാണ് അതിൻ്റെ പേര്. ഈ പ്രോഗ്രാം വഴി വേർഡ്സ് സെലക്ട് ചെയ്യാൻ പറ്റും, സ്ക്രീനിൽ നിന്ന് വേർഡ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. He thought he would be able to finish his work. With the support of his student Brian Witt, A Brief History of Time was published in 1988. September 2005 saw the release of an abridged version of the original book. This version was updated to address the new issues that had arisen due to further scientific developments. ഹോക്കിംഗ് ഇതൊക്കെ വഴി തൻ്റെ ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് വന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായ ബ്രയാൻ വിറ്റിൻ്റെ സഹായത്തോടു കൂടി 1988 എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം പബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം 2005 ഇത് ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതായത് അതിനുശേഷം വന്ന സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സിനെയൊക്കെ റൈറ്റ് ചെയ്ത് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്ത് 2005 പബ്ലിഷ് ചെയ്തു, വീണ്ടും റീപബ്ലിഷ് ചെയ്തു. One will encounter a multitude of paradoxes in the book. In science and with people, things are often not what they seem, and pieces that out to fit together refuse to do so. You will learn that beginnings may be endings. Cruel circumstances can lead to happiness, although fame and success may not. 2 great scientific theories taken together seem to give us nonsense. Empty space isn't empty. Black holes aren't black, and a man whose appearance inspires shock and pity takes us laughing to where the boundaries of time and space ought to be but are not. അപ്പോൾ ഒരാൾക്ക് ഒരുപാട് പാരഡോക്സസ് ഈ ബുക്കിൽ കാണാൻ പറ്റും. ഇൻ സയൻസ് ആൻഡ് വിത്ത് പീപ്പിൾ തിങ്സ് ആർ ഓഫൺ നോട്ട് വാട്ട് ദേ സീം. അതായത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കുറച്ച് പാരഡോക്സിക്കലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് ബ്ലാക്ക് അല്ല, എം ടി സ്പേസസ് എം ടി അല്ല. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചിന്തിച്ചൊരു സാധാരണ മനുഷ്യന് ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. It is of course a miracle that Hawking has been able to achieve everything he was, that he is still alive. However, when you experience his intelligence and humor, you begin to take his unusual mode of communication and his obviously catastrophic physical problems no more seriously than he seems to himself. That is exactly the way he wants it. He chooses to ignore the difficulty. He expects others to adopt the same attitude. Stephen Hawking has overcome his crippling disease and to become the supernova of world physics. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഒരു മിറാക്കിൾ തന്നെയാണ്. കാരണം അദ്ദേഹം അന്ന് ജീവിച്ചിരുന്നത് തന്നെ ഒരു മിറാക്കിളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസും ഹ്യൂമറും എല്ലാം നമുക്കിന്ന് അന്ന് അതിനുശേഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതും ഇങ്ങനെയുള്ള ഫിസിക്സിലെ പ്രോബ്ലം അനലൈസ് ചെയ്തതും എല്ലാം
ഒരു മിറാക്കിളായിരുന്നു. ഹി ചൂസസ് ടു ഇഗ്നോർ ദ ഡിഫിക്കൽറ്റി ആൻഡ് ഹി എക്സ്പെക്ട്സ് അതേഴ്സ് ടു അഡോപ്റ്റ് ദ സെയിം ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അദ്ദേഹം എന്താ ഇത് ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ ആ ഡിഫിക്കൽട്ടീസിനൊക്കെ ഇഗ്നോർ ചെയ്യുകയും ബാക്കിയുള്ളവർ അങ്ങനെയുള്ള ചെയ്യുമെന്നുള്ള ഈ തൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ഫോളോ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിന്. ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ക്രിപ്ലിംഗ് ഡിസീസ് ഓവർകം ചെയ്യാനും അതുപോലെ തന്നെ വേൾഡ് ഫിസിക്സിലെ സൂപ്പർനോവ ആയിട്ട് മാറാനും പറ്റിയത്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.